പാറുന്റെ വീട്. ഹായ്, പാറുന്റെ വീട് കൊള്ളാലോ. പാരുന്ന് വിളിച്ചോക്ക. പാറുവേ, പാറുവേ. എന്നാ പിന്നെ എന്നെ വായിക്കാൻ. പാറുവേ, പാറുവേ. പാറുവേ, പാറുവേ. ആന്റി വീട്ടിൽ കയറിയോട്ടെ. ആ സുഖം തന്നെയല്ലേടി? അറിഞ്ഞാ എടി, നമ്മളുടെ ക്ലാസ്സിൽ മറ്റേ റിച്ചെന്ന് പറഞ്ഞ് നടക്കുന്ന പോലില്ലേ, അവളുടെ തന്തയുടെ ബിസിനസ് പൊട്ടിപ്പോയി. ബിസിനസ് പൊട്ടിപ്പോയി. അവര് കേട്ടിട്ടില്ല. പക്ഷെ ഓക്കെ ഇപ്പോഴും ഷോട്ടില്ല. എടി, നീ പിങ്കിയുടെ കാര്യം പറഞ്ഞ അറിഞ്ഞ? എന്തുവാടി? അവള് മേം പരീക്ഷയ്ക്ക് തോറ്റുപോയി. അവള് പഠിപ്പിയല്ലായിരുന്ന, അവള് മേം പരീക്ഷയ്ക്ക് തോറ്റുപോയി. ആണോടി? ആദ്യ അവള് തോറ്റുപോയില്ലേ. നമ്മള് ജസ്റ്റ് പാസ്സായെങ്കിലും ചെയ്ത്. അവള് തോറ്റുപോയില്ലേ. അവള് പഠിപ്പില്ലായിരുന്നോടി. അവളിങ്ങനെ അങ്ങനെ തോക്കരുതായിരുന്നു. അവൾക്ക് എന്തായാലും മുണപ്പായിരുന്നു. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അതിന്റെ ആകാശം കൊള്ളല്ലേ, കൊള്ളല്ലേ. നിന്റെ തലയിലുള്ള സാധനം എനിക്ക് നിന്റെ സാധനം ഒരു ആകാശത്തില്ല. നിനക്കൊരു കാര്യം അറിയാവോ? നമ്മളുടെ വീട് രണ്ടടുത്തടുത്തല്ലേ. ഇവിടെ ഇല്ലേ മറ്റേ പഠിപ്പി വരുന്നു. ആ പഠിപ്പിക്ക് ഒരു ഇരട്ടപ്പേര് എണ്ണ. അവളുടെ ഒരു കൗശല്യ. അവളെ കൗശല്യൊന്നും പിടിക്കണ്ട, അവളെ കൗന്ന് വിളിക്കാണ്. അവള് പശുവാകും. പഠിപ്പിയുടെ പേരിന്റെ പറഞ്ഞേ കൗശല്യം, അങ്ങനെന്തോ അല്ലേ? എനിക്ക് മറന്നുപോയാളെ കൗശല്യാന്ന് വിളിക്കണ്ടേ. നമുക്ക് ഏട്ടപ്പേര് ഞാൻ പറയട്ടെ. കവുളിയ അല്ല, കൗ പശു. അതെന്താ അമ്മയാടി? ആന്റി, ആന്റി. എന്താ മോളെ? ആന്റി, എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി. നിനക്ക് കൊണ്ടുവരാം. നിനക്ക് വേണോ വെള്ളം? കൊണ്ടുവരാം. നിന്റെയൊക്കെ ഒരു ബാഗ് നിന്റെ അമ്മ, നിന്റെ ക്ലാസ് ടീച്ചർ തന്നെ. നിന്റെ അമ്മ മേടിച്ചൊന്നുകൂടി ബബിളൊക്കെ. എന്റെ ക്യൂട്ടക്ഷ കണ്ടോ? ക്യൂട്ടക്ഷ എന്റെ ഫേവറേറ്റ് കളർ ക്യൂട്ടക്ഷ കണ്ടോ? എന്റെ കയ്യിൽ അമ്മ വെള്ളം കൊണ്ട് വന്നോ? വെള്ളം. പിന്നെ നീ ബബിളൊക്കെ കൊടുത്താലോടി. പിന്നെ നിങ്ങൾ കൂടുതൽ പിങ്കി അങ്ങനെ കുറ്റം പറയണ്ട കേട്ടാ. അവള് പൊട്ടിയെന്ന് പറഞ്ഞാ അവക്ക് നല്ല റാങ്കുള്ള കുട്ടി തന്നെയായിരുന്നു. അവക്ക് ഇപ്പൊ എന്തോ താന്നു പോയത്. അങ്ങനെ പറഞ്ഞ എന്റെ കൊച്ചിന് പോലും പറഞ്ഞാ നിന്റെ കടക്ക് ജസ്റ്റ് പാസ്സാ. ഞാൻ പോണു. വെള്ളം നിർത്തരുവോ? അമ്മ ഏത് സമയം പിങ്കിയെ മറ്റ കുറ്റം പറയത്തില്ല, നമ്മളെ കുറ്റം പറയുന്നത് എന്താണ്? നാളെ നമുക്ക് പിങ്കിയുടെ വീട്ടിൽ പോയാലോ? പോവാ. ആന്റി, നാളെ നമ്മള് പിങ്കിയുടെ വീട്ടിൽ പോക്കോട്ടെ? നാളെ പിങ്കിയുടെ വീട്ടിൽ വെച്ച് കാണാം.